ഹലോ, നെക്സ്റ്റ് ഞാൻ അന്ന് കല്യാണ മണ്ഡപത്തില് ഗാനമേള. സോറി, ഒരു കോള് വിളിച്ചോട്ടെ. ഹലോ ഹലോ, ഇത് ഞാനാ, ബാലചന്ദ്രൻ ഉണ്ണിത്താൻ. ഏത് ബാലചന്ദ്രൻ ഉണ്ണിത്താൻ? എടോ, താനയച്ച പെണ്ണില്ലേ, അവൾക്കൊരു വക എറിഞ്ഞൂടാ. ശ്രുതി തീരെയില്ല. ശ്രുതിയോ? ഏത് ശ്രുതി? അങ്ങനെ കണ്ടവളുമാരെ ഒന്നും എന്റെ ട്രൂപ്പിൽ പാടിക്കാൻ പറ്റില്ല. എടോ, ഇതിലും നന്നായിട്ട് പാടാൻ അറിയാവുന്ന എത്രയോ പെൺകുട്ടികൾ എന്റെ പിന്നാലെ നടക്കാന്നറിയാമോ? അതൊന്നും എന്റെ ട്രൂപ്പിൽ പറ്റില്ല. നിനക്ക് പറ്റില്ലെങ്കിൽ ഇങ്ങോട്ട് അയക്കടാ പുല്ലേ. ഓരോ വായി നോക്കി പട്ടികൾ ഫോണും വെച്ചോണ്ട് വിളിക്കും, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. എടോ, തനിക്കറിയോ ഈ മാസം എന്റെ ട്രൂപ്പിന് എത്ര പ്രോഗ്രാമാണെന്ന്? കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ 33 പരിപാടികളാ. പറ്റിയൊരു പെണ്ണ് കിട്ടിയില്ലെങ്കിലേ ഈ 33 പരിപാടി ഞാൻ ക്യാൻസൽ ചെയ്യും. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ക്യാൻസൽ ചെയ്യുന്ന പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യും. എന്നെ നിർബന്ധിക്കരുത് പ്ലീസ്. അല്ലെങ്കിൽ പാടാൻ പറ്റിയൊരു പെണ്ണെ കൊണ്ട് താടോ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അംബികയല്ലേ? അതെ. എനിക്ക് ആദ്യം കണ്ടിട്ട് മനസ്സിലായില്ലല്ലേ? അതെ, കുട്ടിക്ക് ഇവിടെയാണ് ജോലിന്ന് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? അതെ. പിന്നെ കുട്ടിക്ക് സമ്മതമാണെങ്കിൽ എന്റെ ട്രൂപ്പിൽ പാടാൻ അവസരം തരാം. അയ്യോ, അതെ. എന്റെ ദൈവമേ, ഇതെങ്ങനെ മനസ്സിലായി? ഇതുപോലുള്ള പല അഭ്യാസങ്ങളും ദിവസം എവിടെ ഇരുന്ന് കാണുന്നതല്ലേ? ഞാനതല്ല. കാശ് എന്നിട്ട് പൊയ്ക്കോ. എന്താ? കാശ് എന്നിട്ട് പോടോ. നിർത്ത് നിർത്ത്. നീ ഇതെവിടെ പോന്നു? ഇന്നലെ നീ ഇവിടെ ഇറങ്ങി, 2 ദിവസം മുമ്പ് നിന്നെ കാണാതെ ഇവിടെ വെച്ചാ എന്താണ് കാര്യം? എനിക്കൊന്ന് ഫോൺ ചെയ്യണം. നീ പോയിക്കോ. ഓഫീസിനടുത്ത് ബൂത്തുണ്ടല്ലോ, അവിടെ നിന്ന് വിളിച്ചാൽ ശരിയാവൂല. അല്ല, ഇവിടെ ആകുമ്പോ 10 ലൈനുണ്ട്, എളുപ്പം കിട്ടും. നീ പോയിക്കോ, വൈകുന്നേരം കാണാം. ഒരു നമ്പർ വേണം. ആ നമ്പർ മനസ്സിലായി. അത് ഈ ഫോണിൽ കിട്ടില്ല. ഇയാൾക്ക് എന്താ വേണ്ടത്? പാടണം. ഫോണിൽ പാടണോ? ഫോണിൽ പാടണ്ട, താൻ എന്റെ കൂടെ പാടണം. പറ്റില്ല എന്ന് എത്ര വട്ടം പറയണം? എത്ര വട്ടം പറഞ്ഞിട്ടും കാര്യമില്ല, പാടാതെ ഞാൻ വിടില്ല. ഇതൊരു ശല്യമായല്ലോ. തനിക്കെന്താ എത്ര വാശി? അന്തസ്സുള്ള ട്രൂപ്പിലെ പ്രധാന ഗായികയായിട്ടില്ലേ ഞാൻ വിളിക്കുന്നത്. എന്താ വന്നാല്? എനിക്ക് പറ്റില്ല. ഇയാള് വേറെ ആളെ നോക്കിക്കോ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു പോയി. അല്ല, പിന്നെ തന്റെ പാട്ട് ഇഷ്ടപ്പെട്ടു പോയിന്ന്. ഞാൻ പോലീസിനെ വിളിക്കും. പോലീസായിരുന്നു പാടിയ ശരിയാവില്ല. താൻ ഇറങ്ങി പോകുന്നുണ്ടോ? എന്താ മോളെ പ്രശ്നം? ഇയാളുടെ ട്രൂപ്പിൽ ചേരണോ അത്രേ? ഓഹോ, ട്രൂപ്പാണല്ലേ? ട്രൂപ്പ് ഇങ്ങോട്ട് എണീക്കട്ടെ ട്രൂപ്പേ. എത്ര നാളായി ഈ ട്രൂപ്പ് തുടങ്ങി? ഓഹോ, എന്നിട്ട് ഇതുവരെ എത്ര പെങ്കൊച്ചങ്ങളെ ട്രൂപ്പ് ആക്കി? അടിച്ചിവന്റെ ഒക്കെ ട്രൂപ്പ് അടക്കാൻ വേണ്ടത്. എവന്റെ ട്രൂപ്പിൽ ഒരു പഞ്ചാരടി. പഞ്ചാരടാ, നിന്നെ പോലെ പല ട്രൂപ്പന്മാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ടോ? ശബ്ദം പോവും. ഈ മാസം 33 പരിപാടിയുള്ളതാ. ശബ്ദം പോവും. എന്താ പ്രശ്നം? ഒന്നുമില്ല, ഒരു പൂവാലനാ. ഇവനെ ഞങ്ങൾ നോക്കിക്കോളാം. അയ്യേ, ഞാൻ പൂവാലനല്ല, പിന്നെ സിംഹവാലനാ. വേണ്ട, ഒന്നും ചെയ്യണ്ട. അവനൊരു രോഗിയാ. എന്ത് രോഗി? ഒരു ഞരമ്പ് രോഗിയാ. പ്ലീസ് ഒന്ന് പോയട്ടെ. പ്ലീസ് മാറി. എന്താടാ 10 ലൈൻ കിട്ടിയില്ലേ എന്ന് വെച്ച് ഞാൻ പിന്മാറുമെന്ന് വിചാരിക്കണ്ട. 11 kV ഇലക്ട്രിക് ലൈൻ ഞാൻ വലിക്കും. നീ വണ്ടി വിടറാ. നിന്റെ കാര്യം പോക്കാ. പാലുവട്ടം പറയുന്നത് ഒന്നും ശരിയല്ല. എനിക്ക് അതിനോട് യോജിക്കാനും പറ്റില്ല. എന്റെ അമ്പിക്കുട്ടി, ഈ അവസരത്തിൽ നീ അല്പം സംയമനം പാലിക്കണം. നിനക്ക് എപ്പ കുഞ്ഞിനെ കാണണോ അപ്പൊ ഞാൻ പോയി എടുത്തോണ്ടിരാ പോരെ? അയ്യോ, എന്റെ മോള് കരയുന്നു. അയ്യോ, മോളൊന്നും മാത്രം പറയരുത്. അതിപ്പ കരച്ചിൽ നിർത്തും, സത്യം. പാലുവട്ട, കുഞ്ഞിന് വിശക്കുന്നുണ്ടാവും. പാല് കൊടുക്കണ്ടേ? പാല് അതവിടെ ഇല്ലേ, പിന്നെന്താ? ഈ ബാലുവട്ടനൊന്നും അറിയില്ല. അങ്ങനെ എന്റെ കുഞ്ഞ് മറ്റൊരാളുടെ പാല് കുടിച്ച് വളരാൻ ഞാൻ അനുവദിക്കില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ എനിക്ക് വലുത് എന്റെ കുഞ്ഞാ.
അതിലെ പോകല്ലേ, ആരെങ്കിലും കാണും. ഇതിലെ പോ. ആ. ഓ എന്റെ ഈശ്വര, എന്തൊരു കഷ്ടാല അത്. ആ എല്ലാം നേരെയാവും. ഒന്നും നേരെയാവും പോണില്ല. അയ്യോ, കുഞ്ഞു കരയുന്ന കേട്ടില്ലേ? ഞാൻ എന്താ ചെവിട് പൊട്ടണോ? ഇത്ര ഓർക്ക കരഞ്ഞ കേക്കാതിരിക്കാൻ. ഇതല്ല, നമ്മുടെ കുഞ്ഞും കരയുന്നുണ്ട്. നീ ഇതെവിടെ പോന്നു? ഏമേ, കരയല്ലേ കൂട്ടാ, കരയല്ലേ. എന്തിട്ടാ നീ ഇത്ര പെട്ടെന്ന് എത്തിയോ? ഞാൻ വിചാരിച്ചു. ഓ ഹേമയായിരുന്നോ? ഞാൻ വിചാരിച്ചു. എന്തിട്ടാ അയ്യോ, ഒന്ന് പോവാൻ. സോറി. കൊടുത്തോളൂ, ഇരുന്ന് കൊടുത്തോളൂ. ഇപ്പൊ ഒരു കാര്യം ഉറപ്പായി, ഈ പാല് കൊടുപ്പൊരു പാരയാകും. നിന്റെ മോന്റെ ജാതകം നോക്കായിരുന്നില്ലേ? ചിലപ്പോ അവന് രാജയോഗമായിരിക്കൂടാ. ജാതവും ജോത്സ്യനോട് മിണ്ടിപ്പോരുത്. എന്റെ എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടു. ഈ കഴിഞ്ഞ ആഴ്ച ഒരു ജോത്സ്യൻ എന്റെ കൈ നോക്കി പറഞ്ഞ ആദ്യ കുട്ടി എനിക്ക് കഷ്ടാലം തീരുന്നും നല്ല കാലം തുടങ്ങുന്നു. തുടങ്ങിയല്ലോ. ശരിയല്ലേ? അവനിപ്പോ ഒരു കിരീടത്തിന്റെ കുറവല്ലട ഉള്ളൂ. സംഗതിയൊക്കെ ശരിയാ, പക്ഷെ ഹേമയ്ക്ക് തീരെ യോജിക്കാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രി എന്റെ കുഞ്ഞിനെ കൂടെ തന്നേക്കണം. ഇന്ന് രാത്രി കൃത്യമായിട്ട് നിന്റെ കുഞ്ഞിനെ തന്നിരിക്കും പോരെ? മതി, അത് മതി. അതോടെ തീരുമല്ലോ. പക്ഷെ അതിന്റെ നന്ദി നീ ഇങ്ങോട്ടും കാണിക്കണം. ഞാൻ വെളുപ്പിനെ വരും, നീ നിന്റെ കുഞ്ഞിനെ തിരിച്ചു തന്നേക്കണം. രാത്രി കാലങ്ങളിൽ അവരവരുടെ കുട്ടികൾ അവരവരുടെ അടുത്ത്, പകലുകളിൽ നേരെ തിരിച്ചും. ഓക്കേ? ഓ, ഇത് ഇവിടെ കൊണ്ടൊന്നും തീരൂല. അപ്പ രാത്രി കാണാം. കണ്ണാ, അമ്മൂമ്മയുടെ പൊന്നു കുട്ട. കണ്ണാ, നല്ല കുട്ട്. കുഞ്ഞിനെ കുളിപ്പിക്കുകയാണോ? അല്ല, താരാട്ട് പടി ഉറക്കുക. അമ്മേ, ഞാൻ ഉഷയും കുട്ടികളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നോട്ടെ? പറ്റില്ല എന്ന് പറയരുത്. ഇത്ര ചെറുപ്രായത്തിലെ അമ്മ എന്നെ ഒരു വിധവയാക്കരുത്. അവളും അവളുടെ വീട്ടുകാരും ഇന്ന് കുഞ്ഞിനെ കാണാൻ വരും. അമ്മ അവരെ ആട്ടി പായിക്കരുത്. വന്നോട്ടെ, വരണ്ടാന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ വന്ന് കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ പൊയ്ക്കോണം. ആ ഒരുമ്പട്ടോൾ ഇവിടെ കയറി പൊറുക്കാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. നിനക്ക് വേണമെങ്കിൽ നീയും അവിടെ പുറകെ പൊയ്ക്കോ. എനിക്ക് എന്റെ പൊന്നുമ്മ മാത്രം മതി. അല്ലേ ഉണ്ണിക്കുട്ടാ? എവിടെയോ കണ്ട് മറന്ന ഒരു മുഖച്ഛായ. വേറെ എവിടെയല്ല, ദേ ഈ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഇത് തന്നെയാ മുഖം. ഓ, ഒരു മുഖം. എവന്റെ ഈ ഓഞ്ഞ മോന്തേ കണ്ടോണ്ടിരുന്നത് എന്തിനാ? ചേട്ടാ വാ. അയ്യോ, കൈ 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 വിടറാ. കൊണ്ടുപോയി പാല് കൊടുക്കാം. അമ്മേ, ആ? ഇവിടെ കൂടി ഒന്ന് കുളിപ്പിക്കോ? ആ, ഹേമയ്ക്ക് കുളിപ്പിക്കാൻ അറിയില്ലേ? ഇല്ല, അതുമല്ല, അമ്മയ്ക്ക് നല്ല കൈപ്പുണ്യം ഉള്ളതുകൊണ്ട് അമ്മ തന്നെ ഇവിടെ കുളിപ്പിക്കണമെന്ന് അവർക്ക് ഒരേ നിർബന്ധം. പപ്പന്റെ ഹേമയുടെ വീട്ടിൽ നിന്ന് ഇതുവരെ ആരും വന്നില്ലേ? ഇല്ല. കഷ്ടം. ഒരു കുഞ്ഞ് ജനിച്ചാലെങ്കിലും അവരുടെ പിണക്കം മാറുമെന്നാ ഞാൻ വിചാരിച്ചത്. എടി പെണ്ണേ, ഉറങ്ങാവേ. എന്തൊരു ഉറക്കമായത്? ഇടക്കടാ. കണ്ടോടി, കാര്യങ്ങൾ നേരെ ചൊവ്വയായിരുന്നെങ്കിൽ അമ്മ നമ്മുടെ കുഞ്ഞിനെ കൈകൊണ്ട് തൊടുവായിരുന്നോ? ഇപ്പൊ കണ്ടില്ലേ എങ്ങനെയുണ്ടെന്ന് ഐഡിയ?
എന്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. ആണോ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നേക്കാം. നിനക്ക് എന്താ ഇവിടെ കാര്യം? പോയി കൊച്ചിനെടുത്തോടാ. മോളമ്മ കുളിപ്പിച്ചോണ്ടിരിക്കല്ലേ? മോളല്ല മോൻ, എന്റെ മോൻ. പോയി എടുത്തോടാ. പപ്പാ പോയി എടുത്തോടാ. ഓ അപ്പുറത്തോട്ട് വാടാ. പെട്ടെന്ന് കൊണ്ടുപോയിക്കോ. വേഗം വേഗം പോ. കുഞ്ഞിനെ കുളിപ്പിക്കാൻ അടുത്ത വീട്ടിൽ ഏൽപ്പിക്കുക. ഇതിലും വലിയൊരു നാണക്കേട് വേറെ ഉണ്ടോ? കുഞ്ഞിന്റെ തള്ളക്ക് ഇതൊന്നും അറിഞ്ഞോണ്ടേ പിന്നെ വേറെന്ത് ചെയ്യാനാ? നമ്മൾ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുമില്ലല്ലോ. കുഞ്ഞിന് പേര് വല്ലതും കണ്ടുവച്ചിട്ടുണ്ടോ പപ്പ? ഉണ്ണികൃഷ്ണൻ. നിന്നെ നിന്റെ അമ്മ അടുത്ത് കൊണ്ടാക്കാം. അവിടെ ചെന്ന് പാല് കുടിച്ച് ഉറങ്ങിക്കോ. കേട്ടോ പെണ്ണേ? അമ്മ ഇതങ്ങോട്ട് പോന്നു. കുഞ്ഞിനെ കൊണ്ട് കൊടുക്കാൻ. അയ്യോ ഇപ്പൊ കൊടുക്കാൻ പാടില്ല. കൊടുക്കാൻ പാടില്ലെന്നോ? നിനക്കിത് എന്ത് പറ്റി? അങ്ങോട്ട് മാറണ്ട. അയ്യോ അമ്മ ഇപ്പൊ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. അവിടെ അവരുടെ വീട്ടുകാർ മുഴുവൻ വന്നിട്ടുണ്ട്. അയ്യോ അപ്പൊ ഒട്ടും താമസിക്കാൻ പാടില്ല. ബന്ധുക്കൾക്കൊക്കെ കുഞ്ഞിനെ കാണണ്ടായോ? അങ്ങോട്ട് മാറണ്ട. ഇങ്ങതാ ഞാൻ കൊണ്ടു കൊടുത്തോളാം. നിനക്കിത് എന്താ പറ്റിയേ? കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. അതല്ല അമ്മേ, അമ്മ കൊണ്ടു കൊടുത്താൽ ശരിയാവില്ല. അമ്മ എന്താ അവരുടെ ആയാണോ കുഞ്ഞിനെ കുളിപ്പിച്ച് അവിടെ എത്തിക്കാൻ? കുന്നത്ത് ബംഗ്ലാവിലെ മാളവിക അങ്ങനെ അവരുടെ മുമ്പിൽ കൊച്ചാവാൻ ഞാൻ സമ്മതിക്കില്ല. കുഞ്ഞിനെ തന്നെ അമ്മ പൊയ്ക്കോ. നീ കുഞ്ഞിനെ കൊണ്ടുപോയി കൊടുത്താ. അമ്മ പോ. ചെറുക്കന്റെ ഒരു കാര്യം. നമ്മുടെ കുഞ്ഞ വേഗം കഥകടച്ച് കുറ്റിയിട്ടോ. വേറെ ആര് വന്ന് വിളിച്ചാലും തുറക്കരുത്, അല്ലെങ്കിൽ ആകെ കുഴപ്പമാവും. കുഞ്ഞിന്റെ താഴെ തുടി കൊണ്ട് പൊതിഞ്ഞോ. വരണം വരണം, കാത്തിരിക്കുകയായിരുന്നു. ബാലൂടെ ഉണ്ടായിരുന്നോ? ഓ, ഗാനമേളക്കൊന്നും പോയില്ലേ? അതിലും വലിയ മഹാമേളയല്ലേ ഇവിടെ നടക്കുന്നത്. അതിനിടയിലെ ഇവിടെ ഗാനമേളയ്ക്ക് സമയം. അതെന്താ ഇവിടെ ഇത്ര വലിയ മഹാമേള? അത് പിന്നെ ഭാഗ്യനക്ഷത്രം ഉദിച്ചു നിൽക്കല്ലേ. കുറച്ചെങ്ങാനും ആണോ ഒതുങ്ങി കിട്ടിയിരിക്കുന്നത്? മതിമറന്ന് ഓടയല്ലേ? അതെ, ഓട്ടം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഒരു നിമിഷം നിലത്ത് നിൽക്കാൻ നേരം കിട്ടുന്നില്ല. ഇരുന്നട്ടെ ഇരുന്നട്ടെ. ഒച്ച വെക്കരുത്, ഇത് ഞാനാ. എന്താ രഹസ്യമായിട്ട്. അയ്യോ ഒരു രഹസ്യം പറ്റില്ല. ഞാൻ ഇപ്പൊ വിളിച്ചു പോവും. എന്നാലും സാറിനെ പറ്റി ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല. ഒറ്റ ചവിട്ട് വെച്ച് വന്നണ്ടല്ലോ. അയ്യടാ, രഹസ്യം കൂടാൻ പറ്റിയൊരു സാധനം. പോയി രഹസ്യമായിട്ട് പപ്പനെ വിളിച്ചൊരുപാടി. മറുപടി ഇന്ന് രാത്രി തന്നെ തരണം. രാത്രി ആക്കണ്ട, ഇപ്പൊ തന്നെ തരടാ. ഇതിന്റെ ഇടയിലാണോടാ നിന്റെ ഒരു ഉണക്ക പ്രേമം? ഏതിന്റെ ഇടയില്? അപ്പൊ ഞാൻ അറിയാതെ ഇതിന്റെ ഇടയിൽ വേറെ ചിലത് കൂടെ ഉണ്ടല്ലേ? ഈ പരിസരത്ത് ഇങ്ങനെ കണ്ടു. എന്താടാ മോനെ ഒന്ന് താടാ, ഇപ്പൊ തിരിച്ചു തരാം. അവിടെ അച്ഛനും അമ്മയും കൂടി കുഞ്ഞിനെ മാറി മാറി തലൊഴിച്ചോണ്ടിരിക്കുക. അയ്യോ, അവിടെ ഏട്ടത്തിയുടെ വീട്ടുകാർ വന്നിട്ടുണ്ട്. ഇപ്പൊ അംബികയുടെ അടുത്ത് പെൺകുഞ്ഞിനെ കണ്ട ആകെ കുഴപ്പവും. നേരം കളയാതെ വേഗം പോയി കുഞ്ഞിനെ എടുത്തോണ്ട് വേണം പപ്പ. ഓ, ആ അംബികയും മോനെ ഒന്ന് കണ്ടേച്ചു വരാം. വരൂ. കുഞ്ഞ് എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അമ്മാവനും അമ്മായും ഇവിടെ ഇരുന്ന് കണ്ടോളൂ. കുഞ്ഞിനെ അങ്ങോട്ട് കൊടുക്കണ. വാമേ, നമുക്ക് അമ്പി ഒന്ന് കണ്ടിട്ട് വരാം. അമ്പി ഇവിടെ ഇല്ല. ഇല്ലേ? എവിടെ പോയി? കുളിക്കാൻ പോയി. ഓ, മോന് നിന്റെ അതേ ചായ. അതേ ചായ. ചായ തരാം. ചേർത്ത് ചായ കൊടുക്കൂ. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു അമ്പിയക്ക് പെൺകുഞ്ഞായിരിക്കുമെന്ന്. ആദ്യത്തേത് പെൺകുഞ്ഞാവുന്നതാണ് നല്ലത്. ഓമനിച്ചു വളർത്താനും ഉടുത്തൊരുക്കി കൊണ്ടു നടക്കാനും ഒക്കെ നല്ലത് പെൺകുഞ്ഞുങ്ങളാ അല്ലേടി? എന്തിനാ ഓടിയത്? ഒന്നുമില്ല, നിങ്ങളെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് ഓടിയതാ. ഞാൻ ആകെ പേടിച്ചു പോയി. ദേ, ഇനി നിന്റെ മോളെ കാണാതെ ഒരു നിമിഷം ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവള് കിടന്ന് തൊടല് പൊട്ടിച്ചപ്പോ വിളിച്ചോണ്ട് വന്ന. വാ, നമുക്ക് ഇതിലേ പോവാം. എന്തിനാ പിൻവശത്തോടെ പോണത്? അല്ല, അമ്മ നിങ്ങളെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അമ്മയ്ക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. വാ, അടുക്കളയിൽ കൂടെ കയറാം.
അമ്മേ വാ, അച്ഛാ വാ. ഇങ്ങോട്ട് വാ. അംബികേ, ആരാ? ഇത് ഞാനാ. കതവ് തുറന്നോ. വന്നോളൂ, മോളെ അകത്തേക്ക് വന്നോളൂ. കണ്ടോളൂ, കൊതി തീരെ കണ്ടോളൂ. എന്തിനാ വാത കിടക്കണേ? അച്ഛനും അമ്മയും മോളോടും മോളുടെ മോളോടും സമാധാനമായിട്ട് സംസാരിച്ചോളൂ. പുറമേ നിന്നാരും ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥകടപ്പ്. എന്താടാ, കൊച്ചിനൊന്ന് വേണം. അവര് വന്നിരിക്കുന്ന ഒടുക്കത്തൊരു ക്യാമറയും കൊണ്ടാ കൊച്ചിന്റെ ഫോട്ടോ എടുക്കണം. ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല, നീ ചെന്ന് പറടാ. എന്നാ ഇനി അത് മതി, എല്ലാം കൂടി പണയി പോൻ. പോയി എടുത്തോണ്ട് വാടാ. എനിക്ക് വട്ട് പിടിക്കും. കുഞ്ഞിന്റെ കാര്യം ചക്രവർത്തിവാടാ. എന്താ ചെങ്ങനെ? ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുക, ബാലുവിന് എന്തോ കുഴപ്പമുള്ളത് പോലെ. അതങ്ങനാടി, നിനക്കറിയില്ലേ, പുറത്തുനിന്ന് നോക്കിയാൽ ഈ വീട്ടിലുള്ളവർക്കെല്ലാം വട്ടാണെന്നേ തോന്നൂ. നിന്റെ ഭർത്താവ് ശ്രീധരൻ ഉൾപ്പെടെ. പ്രശ്നം ഗുരുതരമാണ്. ബന്ധുക്കൾ ഓരോരുത്തരും ഓരോ സ്ഥലത്താക്കിയിരിക്കുക. തമ്മിൽ കണ്ട ആകെ കുഴപ്പവും. ആവശ്യം വന്നാൽ ഇനിയും വിളിക്കും. ഫോട്ടോ ഒക്കെ എടുപ്പിച്ചിട്ട് നീ കുഞ്ഞ് വേഗം റെഡിയായിരുന്നു. പെട്ടെന്ന് ചെല്ല്. എന്താടാ ഇതൊക്കെ? ഇത് കൊറേ നേരമായല്ലോ. അമ്മേ, അത് എന്താ ഇതിന് മാത്രം ചിരിക്കാൻ? നിന്റെ അച്ഛനും കൂടെ കിടന്ന് മറിയുന്നുണ്ടല്ലോ. ഓ, അതാണോ? അത് സാരമില്ല അമ്മേ, അവര് ചിരിച്ചോട്ടെ. എന്നാലും കുറച്ച് ഓവറാണല്ലേ. ഞാനങ്ങോട്ട് ചെന്നാ എന്റെ വാലിരിക്കുന്ന മുഴുവനും കേക്കും. അയ്യോ വേണ്ടമ്മേ, അമ്മ ഒന്നും പറയാൻ നിൽക്കണ്ട. അവര് പോയിട്ട് അമ്മ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയാ മതി. അതുവരെ അകത്തിരുന്ന് റെസ്റ്റ് എടുത്തോ.